ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറമ്പിക്കുളം നമ്മളിവിടെ താമസിച്ചെടുക്കുന്നത് നമ്മൾ നേരെ സത്യമംഗലത്തേക്ക് പോവാണ്. നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡ് പറമ്പിക്കുളത്തെ വീഡിയോ ആയിരുന്നു, അതായത് പറമ്പിക്കുളത്തെ സ്റ്റേ, പിന്നെ അവിടുത്തെ സഫാരി സംഭവങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് ഞാൻ പറഞ്ഞില്ല സത്യമംഗലത്തേക്ക് പോവാണെന്ന്. ഇപ്പോൾ സമയം ഏകദേശം 9:30 ഇവിടുത്തെ ചെക്കൗട്ട് ടൈം 10 മണിയാണ്. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും സംഭവങ്ങളൊക്കെ കാണാം. പറമ്പിക്കുളത്ത് വന്നിട്ട് 7,000-10,000 കൊടുത്ത് താമസിക്കാൻ പറ്റാത്ത ആളുകളുണ്ടാവും. കാരണം ഇറ്റ്സ് വെരി ഹൈലി എക്സ്പെൻസീവ്. പെർ ഡേ 7,000 to 10,000 എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഹൈ പ്രൈസാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തമിഴ്നാടിൻ്റെയൊക്കെ ഒരുപാട് ഓഫറുകളും അവരുടെ സ്റ്റേ ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആനമല ടൈഗർ റിസർവ് പൊള്ളാച്ചി ഡിവിഷനിലെ ടോപ്സ്ലിപ്പ് സ്റ്റേ. അപ്പോൾ ഈ പറമ്പിക്കുളത്തിൻ്റെ ഒരു ഹാഫ് പ്രൈസൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്നവരൊന്ന് അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. നമ്മൾ സേതുമട വഴിയല്ലേ നമ്മൾ പറമ്പിക്കുളത്തേക്ക് വന്നത്, ഓരോ ചുരങ്ങൾ കയറിയിട്ട് മുകളിലേക്ക്. അപ്പം നമ്മൾ ഈ വന്ന വഴി തന്നെ വേണം നമ്മൾ തിരിച്ച് താഴോട്ടേക്ക് ഇറങ്ങിപ്പോവാൻ. അങ്ങനെ നമ്മൾ ഇവിടുത്തെ നമ്മുടെ കേരള തമിഴ്നാട് ബോർഡറിലെ മെയിൻ ചെക്ക് പോയിന്റും കഴിഞ്ഞ ദിവസം നമ്മൾ ഇങ്ങോട്ട് പറമ്പിക്കുളത്തേക്ക് വന്നപ്പോൾ കുറച്ച് മാനും മറ്റുള്ള സംഭവങ്ങളൊക്കെ അല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇപ്പൊ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാണാൻ നോക്കാം, നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ കാണും. ഈ കാണുന്നൊക്കെ ഇവിടുത്തെ ട്രൈബൽസിന്റെ വീടുകളാണ് കേട്ടോ. ഈ കാണുന്നത് കുഞ്ഞു കുഞ്ഞു വീടുകൾ. ഈ വീടുകളിൽ കണ്ടോ സോളാർ ബോർഡൊക്കെ വെച്ചിട്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ സ്റ്റേ ചെയ്ത സ്ഥലം ഈ കാണുന്നൊക്കെ ഈ ആനമല ടൈഗർ റിസർവിന്റെ ഇതാണ് കേട്ടോ, ഡോർമെന്ററി. പക്ഷെ ഇപ്പൊ ഒന്നും ഇല്ല, അവിടെയൊക്കെ ഇപ്പൊ ക്ലോസ്ഡ് ആണ് നിലവിൽ. നമ്മൾ കഴിഞ്ഞ ദിവസം താമസിച്ച സ്ഥലം ദേ കിടക്കണം, ബോംബു ഹട്ട്. നമ്മളിപ്പം വന്ന് ഈ 1 ദിവസം 2 ദിവസം കൊണ്ടൊന്നും ഒന്നും ആയിട്ടില്ല കാടിൻ്റെ കാഴ്ചകൾ. ഇനിയും നമ്മൾ എന്തായാലും ഇങ്ങോട്ടേക്ക് വരും ടോപ്പ് സ്ലിപ്പിലേക്ക്. വന്നിട്ട് ഈ കാണുന്ന ട്രീ ടോപ്പിൽ താമസിക്കണം എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസത്തെ രാത്രിത്തെ ആ സംഭവം പേടിപ്പിച്ചെന്നുള്ള സത്യം തന്നെയാണ്. പക്ഷേ എന്നാലും കുഴപ്പമില്ല, ഒരു എക്സ്പീരിയൻസ് അല്ലേ, കിടക്കട്ടെ. എന്തായാലും നോക്കാം വരാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. പ്രസിദ്ധമായ BSNL ടവർ ഇവിടെ ആനമല കാണുന്നത്. എന്നിട്ടോ ഇവിടെ കിട്ടുന്നത് 1-2 കട്ടയാണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രസിദ്ധിയുടെ കാരണം. അതുകൊണ്ട് 2 ദിവസമായിട്ട് നോ നെറ്റ്വർക്ക്, നോ ഇന്റർനെറ്റ്, നോ കോളിംഗ്. ഇതാണ് ആനമല ടൈഗർ റിസർവിന്റെ ടോപ്പ് സ്ലിപ്പിന്റെ മെയിൻ പോയിന്റ്. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടെ വന്നിട്ട് വീഡിയോസ് ഒക്കെ എടുത്തൊക്കെ എല്ലാരും കാണണം കേട്ടോ വീഡിയോ. ഒരു ചെക്ക് പോയിന്റ് ആണ്. നിക്കണ ഒരു പുള്ളിമാൻ, എന്റെ പൊന്നു, ഒറ്റക്ക് വളരെ പിടിച്ച് തിന്നും കേട്ടാ. ഇങ്ങനെയൊക്കെ വന്ന് നിന്ന് കഴിഞ്ഞാല് ഒറ്റപ്പെട്ടു പോയതാ, പേടിച്ച് നടക്കാം. ഒറ്റപ്പെട്ടു പോയതാ, ഭക്ഷണം കഴിച്ച് ഒറ്റപ്പെട്ടു പോയതാ. അങ്ങനെ പറമ്പിക്കുളത്തിന്റെ ആനമല ടൈഗർ റിസർവിന്റെ ചെക്ക് പോയിന്റ് സംഭവങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് താഴോട്ട് എത്തണ്ടെങ്കിൽ 10 കിലോമീറ്റർ ഉണ്ട്. 10 കിലോമീറ്റർ നമ്മള് കൊടുങ്കാട്ടിലേക്ക് കൂടി നമ്മൾ പോകുന്നത്. കാടിന് നടുവിലുള്ള ഒരു അമ്പലമാണ് കേട്ടോ ഈ കാണുന്നത്. ഒരുപാട് പശുക്കളൊക്കെ ഉണ്ട് അവിടെ പുറത്തുനിന്ന് പുല്ല് നിന്ന്. എന്തോരം കാളകളാണ്. കുതിരയുണ്ട്, കാളയുണ്ട്. എന്താ വ്യൂ നോക്കിയേ, അവിടെ മലമുകളില് കോട. എന്റെ പൊന്നോ, ഇത് കംപ്ലീറ്റ് അടക്കാമരത്തിന്റെ തോട്ടായത്. അങ്ങനെ നമ്മൾ 10 കിലോമീറ്റർ താണ്ടിപ്പിതേ നമ്മുടെ മെയിൻ ചെക്ക് പോയിന്റിലെത്തി. 2 സൈഡിലും തെങ്ങിൻ തോപ്പുകളൊക്കെ കാണാൻ പറ്റൂട്ടാ. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ വരുമ്പോഴും ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ വീഡിയോയില് തെങ്ങിൻ തോപ്പുകള്. എന്താ അല്ലേ രസം കാണാൻ. അത് എത്ര അകലം ഇട്ടിട്ടാന്നറിയോ ഓരോ തെങ്ങുകളും. അവിടെയൊക്കെ കാണുന്ന കുഞ്ഞു കുഞ്ഞു വീടുകളാട്ടാ. ഇവിടെ ഈ കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ടാവില്ലേ, അവർ താമസിക്കുന്ന സ്ഥലം. ആ പുല്ലും കൊണ്ട് പോകുന്നുണ്ടോ, അത് കാളവണ്ടിയാണ് കേട്ടാ. ഇത് കംപ്ലീറ്റ് പുല്ലല്ല, വൈക്കോല്. അന്യായ കാഴ്ച തന്നെ. ഇവിടെയൊക്കെ ഓലമേടുന്ന ആൾക്കാരുടെ വീടുകളാട്ടെ ഈ കാണുന്നത്. ചെറിയ ചെറിയ കുടിലുകളൊക്കെ ഈ റോഡ് സൈഡിലുള്ളത്. ദേ വീണ്ടും വരണം കാളവണ്ടി. നമ്മൾ നേരത്തെയും കണ്ടല്ലോ ഒരു കാളവണ്ടി. നമ്മളങ്ങനെ റോഡിൽ വീണ്ടും നമ്മുടെ പഴയ മധുരക്കള്ളിൻ്റെ ഒരു സംഭവം കിട്ടുന്ന സ്ഥലത്ത് വീണ്ടും വണ്ടി നിർത്തി. കഴിഞ്ഞ തവണ നമ്മൾ പോയപ്പോൾ കുടിച്ചാണ്. ഇത് കണ്ടപ്പോൾ വീണ്ടും കുടിക്കണം എന്നൊരാഗ്രഹം അരുൺജിക്ക്. മറ്റേ ഇത് എന്തിന്റെ ഇലയാണിത്? പനയുടെ ഇല അല്ലേ? പനയുടെ ഇല കുമ്പിളൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഈ സാധനത്തിന് വലിയ മധുരമൊന്നും ഇല്ലല്ലേ ഇതിനല്ലേ? അതിനൊരു ടേസ്റ്റും ഇല്ല, മധുരമൊന്നുമില്ല. ഇവര് നമുക്ക് അരിച്ചിട്ടൊക്കെ കേട്ടോ തരുന്നത്.
அவ்வளோதான். എങ്ങനെയുണ്ട്? നമ്മൾ അന്ന് കഴിച്ച് നമ്മൾ എന്തെങ്കിലും ഡിഫറെന്റ് ഉണ്ടോ? ഇതെന്തിന്റെ ടേസ്റ്റാ? സെയിം മധുരക്കളിയുടെ ടേസ്റ്റ് തന്നെ. കയ്പ് മധുരം. സ്മെല്ല് കള്ളിന്റെ തന്നെ. ചുണ്ണാമ്പിന്റെ സ്മെല്ലാന്ന് കേട്ടോ അവര് പറയുന്നത്. അരുണേട്ടൻ പറയുന്നത് കള്ളിന്റെ സ്മെല്ലാന്ന്. അതേപോലെ തന്നെ നമ്മൾ അന്നേണ്ടത്തിന് ഇവിടെ ശർക്കര സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവര് വെക്കാൻ വെച്ചിട്ട്. പനഞ്ചക്കര, പിന്നെ പനങ്കൽക്കണ്ടം, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം തന്നെ ഉണ്ട് ഇവിടെ. അതേപോലെ തന്നെ റോഡിന്റെ സൈഡ് ഒരുപാട് സംഭവങ്ങളൊക്കെ ഇതുപോലെ നമുക്ക് വെച്ച് വെക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റൂട്ടാ. ഇവിടെ ഇപ്പോൾ ചോളം ഉണ്ട്, പിന്നെ ഇത് ചോളം, പിന്നെ അതേപോലെ തന്നെ കപ്പ വറുത്തത്. ഇതിന് മുളക് പൊടിക്ക് ഇവര് കാറും കേട്ടോ പറയാം. നമുക്ക് ഈ പൊട്ടാറ്റോ ചിപ്സിൽ അവർ ഇതുണ്ടോ മുളക് പൊടിയൊക്കെ ഇട്ട് നമുക്ക് ഇത് സ്പൈസി ആക്കിയിട്ട്. മുളക് പൊടി ഇടണ്ടായിരുന്നു അല്ലേ? ടേസ്റ്റ് അല്ലെങ്കിൽ ഉപ്പ് മാത്രം ഉണ്ടാവുള്ളൂ. അങ്ങനെയുണ്ട് സ്പൈസി. ഉപ്പില്ല, ഉപ്പിടാൻ ഉപ്പിലിട്ട് പിടിക്കൂല. കുഴപ്പമില്ല, ടേസ്റ്റാ. ഈ പിന്നെ നമ്മൾ വാങ്ങിച്ച പൊട്ടാറ്റോ ചിപ്സിൽ ഉപ്പുണ്ടായിരുന്നില്ല കേട്ടോ. എന്നിട്ട് വീണ്ടും നമ്മൾ അവരെ കൊണ്ട് തിരിച്ച് കുറച്ചും കൂടി ഉപ്പിടിച്ച്. ഉപ്പില്ലാണ്ട് കഴിക്കാൻ പറ്റുന്നില്ല തീരെ. എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ടേസ്റ്റ്. കുറെ നേരമായിട്ട് കാർമേഘ ഇങ്ങനെ മൂടി മൂടി കിടക്കുകയായിരുന്നു. ഇപ്പോഴാണ് മഴ പെയ്തത്. മഴ പെയ്തെന്ന് അറിയാൻ പറ്റില്ല, ചെറുതായിട്ട് പൊടിയുന്നുണ്ട്. ഈ തമിഴ്നാട്ടിലെ റോഡുകളൊക്കെ ഉണ്ടല്ലോ, അടിപൊളി റോഡുകളാണ്. അത് മാത്രല്ല നമ്മൾ റോഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് നല്ല കാഴ്ചകളാണെന്നറിയോ. രണ്ട് സൈഡിലെ കൃഷി, എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും കൃഷിയായിരിക്കും. ഒരു സ്ഥലം പോലും ഇവര് വെറുതെ ഇട്ടായിരിക്കുന്നത് ഞാനിതുവരെ കണ്ടിട്ടില്ല. ഈ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന റോഡിന്റെ സൈഡിലൊക്കെ ഇഷ്ടംപോലെ വിൻഡ് മില്ലുകളുണ്ടോ കണ്ടോ. അങ്ങ് ദൂരത്തായിട്ട് എന്തൊക്കെ കണ്ടുപിടുത്തങ്ങളല്ലേ. നീണ്ട ഒരു 3-4 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഇപ്പൊ സത്യമംഗലം ടൗണൊക്കെ കഴിഞ്ഞ് ഇപ്പൊ സത്യമംഗലത്തെ ബന്നാരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. പോകുന്ന വഴിക്ക് റോഡില് വൈൽഡ് ആനിമൽ ക്രോസിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ധാരാളം ബോർഡുകളൊക്കെ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ടൈഗർ റിസർവ് സത്യമംഗലത്തിന്റെ ഒരു ബോർഡ് ഉണ്ട്, പിന്നെ എലിഫന്റ് ക്രോസിംഗ്. അപ്പൊ അങ്ങനെയുള്ള വൈൽഡ് ആനിമൽസിനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള ഫോറസ്റ്റിലെ കൂടിയൊക്കെ പോകുമ്പോ. 2 വർഷം മുമ്പ് നമ്മൾ രണ്ടുപേരും കൂടിയിട്ട് ബൈക്ക് എടുത്തിട്ട് ഇവിടെ സത്യമംഗലം ഫോറസ്റ്റ് ഒക്കെ നമ്മൾ വിസിറ്റ് ചെയ്താണ്. അപ്പൊ വരുന്ന സമയത്ത് നമുക്ക് വൈകുന്നേരം റോഡിൽ നമുക്ക് ആനേനൊക്കെ കാണാൻ സാധിച്ചു നമുക്ക്. അപ്പൊ അതിന്റെ ജസ്റ്റ് ചെറിയൊരു വിഷ്വൽ ഞാൻ ഇവിടെ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പൊ ഇതുപോലെ റോഡ് സൈഡില് ആനകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ നമ്മൾ പോകുമ്പോ റോഡ് സൈഡിൽ എന്തെങ്കിലും ഉണ്ടാവും എന്ന് നമുക്ക് അറിയില്ല. നോക്കാം, നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് മൃഗങ്ങൾ എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റും. ഇത് നോക്കിക്കേ, ഇതിന്റെ അകത്തൊരു പശുവിനെ കൊണ്ടുവന്നത്. ഇപ്പം വണ്ടികളുടെ ബഹളായി. ഏറ്റവും കൂടുതൽ ഇതേപോലത്തെ ലോഡ് വണ്ടികളാണ് കേട്ടോ അങ്ങോട്ടേക്ക് പോകുന്നത്. ഈ സൈഡൊക്കെ കെട്ടിയിരിക്കുന്നുണ്ട് ഇവര് പാറക്കല്ല് വെച്ചിട്ട്, സേഫ്റ്റിക്ക് വേണ്ടിട്ടാ. അല്ലെങ്കിൽ ഇടിഞ്ഞു പോവില്ലേ ചിലപ്പോ. ഇനിയുണ്ട് 20 ഹെയർ പിൻ ബെൻഡുകൾ. വർഷം മുമ്പ് നമ്മൾ ഇങ്ങോട്ട് സത്യമംഗലത്തേക്ക് വന്നു എന്ന് പറഞ്ഞില്ലേ. നമ്മള് മൈസൂരിൽ നിന്ന് നമ്മൾ സത്യമംഗലത്തേക്ക് വന്നത്, അതായത് മോളിൽ നിന്ന് താഴോട്ടേക്ക്. അപ്പൊ നമ്മൾ സത്യമംഗലം ചെക്ക് പോസ്റ്റിൽ കുറച്ചു നേരം നമ്മൾ പെട്ടുപോയി. അപ്പൊ അതിനുശേഷം നമ്മൾ രാത്രി ആയിട്ടാ ഈ ഒരു ചുരം ഇറങ്ങി വന്നത്. അന്ന് രാത്രത്തെ അവസ്ഥ ഒരു വല്ലാത്ത അവസ്ഥയായിരുന്നു ബൈക്കിൽ വരുമ്പോ. അതും എന്താ പറയാ, അവര് പറയുകയും ചെയ്ത് ചെക്ക് പോസ്റ്റ് ആന ഉണ്ടാവും, പുലി ഉണ്ടാവും എന്നൊക്കെ. നമ്മൾ ഈ ഓരോ ചുരം ഇങ്ങനെ രാത്രി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വണ്ടികൾ, ലോഡ് വണ്ടികൾ ഇപ്പൊ നിങ്ങൾ കണ്ടില്ല, അതേപോലത്തെ വണ്ടികൾ ഇങ്ങനെ സൈഡാക്കി നിർത്തിയിരിക്കുന്നത്. ചിലതൊക്കെ ബ്രേക്ക് ഡൗൺ ആയി, ചിലതൊക്കെ ടയർ കംപ്ലൈന്റ് ആയിട്ട്. ഓരോ സ്ഥലത്തെത്തുമ്പോഴും ഇങ്ങനെ തീ കത്തിച്ചിട്ട് ടയറൊക്കെ കത്തിച്ചിട്ടേക്കാണ്. മൃഗങ്ങൾ വരുന്നോണ്ട് അന്നത്തെ ഒരവസ്ഥ. ഇന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചുരത്തിന്റെ ആ ഒരു ഭംഗി ശരിക്കും നമ്മൾ കാണുന്നത്. അന്ന് രാത്രിയാണ് നമ്മളൊന്നും കണ്ടിട്ടില്ല നമ്മള്. നമ്മുടെ അങ്ങനെ ചുരങ്ങളെല്ലാം കഴിഞ്ഞു. ഇപ്പൊ ഇത് 27ാമത്തെ ഹെയർ പിൻ ബെൻഡാണിത് കണ്ടോ. അതൊക്കെ കഴിഞ്ഞു. അപ്പൊ നമ്മള് സത്യമംഗലം ഫോറസ്റ്റില് ടോപ്പിലെത്തി.
നമ്മളങ്ങനെ ആ ദിമ്പൻ ചുരം കയറി മുകളിലേക്ക് വന്നിട്ട് ഫസ്റ്റ് ഒരു ചെക്ക് പോയിന്റ് ഉണ്ട്, അതായത് നമ്മുടെ സത്യമംഗലം ടൈഗർ റിസർവിലേക്ക് പോകുന്നത്. അപ്പൊ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞു നമ്മളെ വിടില്ല, ഇവിടുത്തെ ലോക്കൽസിനെ മാത്രമേ വിടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് തലവടി ചെക്ക് പോയിന്റ് പോയിട്ട് അവിടുന്ന് അവരുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ടൈഗർ റിസർവിലോട്ട് പോകാൻ പറ്റുമെന്ന് അവർ പറഞ്ഞത്. ഇനിയിപ്പോ നമ്മളിനിയിപ്പോ അങ്ങോട്ട് പോവാണ്. ഇത് കണ്ടോ കാട്ടുപന്നിക്കൂട്ടോ. പെട്ടെന്ന് തന്നെ നമ്മുടെ സത്യമംഗലം ആ ഒരു യാത്ര സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. ദിമ്പൻ ചുരം കഴിഞ്ഞ് ആ ഫസ്റ്റ് ചെക്ക് പോയിന്റ് ഉണ്ടല്ലോ, അവിടെ വെച്ചിട്ടാണ് ആക്ച്വലി അവർ പറയുന്നത് പെർമിറ്റഡ് ആൾക്കാർ, ടാക്സീസ്, ട്രൈബൽസ്, ലോക്കൽസിന് മാത്രമേ പോകാൻ പറ്റൂ എന്നുള്ളത്. അപ്പൊ അവരോട് തലവടി ചെക്ക് പോയിന്റിൽ പോയി നോക്കും, ഒരു പക്ഷെ അവർ കടത്തി വിടുമായിരിക്കുന്നത്. ഇവൻ അവർക്ക് പോലും ഉറപ്പില്ല തലവടി ചെക്ക് പോയിന്റ് വഴി കടത്തി വിടുന്നുള്ളത്. അങ്ങനെ നമ്മൾ തിരിച്ചു വരാൻ തീരുമാനിച്ചു. ആക്ച്വലി ഇത് 2ാം തവണയാണ് നമ്മുടെ സത്യമംഗലം ട്രിപ്പ് ക്യാൻസൽ ആവുന്നത്, അത്രയും കിലോമീറ്റർ വണ്ടി ഓടിച്ച് പോയിട്ട്. കഴിഞ്ഞ 2 കൊല്ലം മുമ്പേ നമ്മൾ ബൈക്കുമായിട്ട് പോയിട്ട് അവിടെ ഒരു കാട്ടിൽ നമ്മൾ സ്റ്റേ ബുക്ക് ചെയ്തു. അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഫോറസ്റ്റിലെ കൂടി ബൈക്ക് കടത്തി വിടില്ല, കാറ് മാത്രമേ കടത്തി വിടുള്ളൂ. ടാക്സി, ലോക്കൽസ്, ട്രൈബൽസ്, അവിടുത്തെ ആൾക്കാർക്ക് അല്ലെങ്കിൽ പെർമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇത്തവണ കാറും കൊണ്ടുപോയത്. കാറും കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞു ഇതാണ് പറയുന്നത്. എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ട്രിപ്പ് ക്യാൻസൽ ചെയ്യാന്നല്ലാണ്ട്. നമ്മൾ പല ആൾക്കാരുടെയും വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും സത്യമംഗലം കാട്ടിലൂടെ യാത്ര ചെയ്ത് പോയി അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട്. ചിന്തിക്കുന്നുണ്ടാവുക ഭയങ്കര ഈസി ആണെന്ന് ചിന്തിക്കേണ്ടത്, പക്ഷെ ബിഹൈൻഡ് ദ സീൻസ് ആരും കാണുന്നുണ്ടാവില്ല. ഇതുപോലെ ഒരുപാട് വേസ്റ്റ് ആയിട്ടുള്ള നല്ലതൊക്കെ എക്സ്പീരിയൻസ് എല്ലാവർക്കും ഉണ്ടാവും വൈൽ ട്രാവലിംഗ്. അപ്പൊ ലാസ്റ്റ് ടൈം തന്നെ നമ്മൾ ഈ സത്യമംഗലത്ത് പോയപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടി റൂം കിട്ടാൻ വേണ്ടിട്ട്. അന്ന് നമ്മൾ തിരിച്ച് സത്യമംഗലം ടൗണിൽ വന്നിട്ട് ആ റൂം എടുത്തത്. അവിടെ നിന്ന് നമുക്ക് നല്ലൊരു റൂം നോക്കിയിട്ട് അന്ന് കിട്ടിയിട്ടില്ല. പക്ഷെ ഇന്നത്തെ കാലത്ത് അതല്ല, ഇന്നൊരു പക്ഷെ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അന്ന് 2 വർഷം മുമ്പല്ലേ നമ്മൾ പോയത്. അന്ന് സത്യമംഗലം ടൗണിൽ വന്നിട്ട് റൂം എടുത്തിട്ട് അന്നും നമുക്ക് രാത്രി വളരെ മോശം എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടുന്ന് അറൗണ്ട് എനിക്കൊന്ന് 6:30, 7 o'clock ആയപ്പോൾ നമ്മൾ വിട്ടിട്ട് രാത്രി ഒരു 2:30-3 മണിയായപ്പോൾ നമ്മൾ മാളയിലെത്തി. അടിച്ചു വന്നു, നല്ല മഴയായിരുന്നു. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. നമ്മൾ 2 വർഷം മുമ്പ് ഞാൻ പറഞ്ഞില്ല സത്യമംഗലം പോയിട്ട്, അന്ന് വളരെ മോശമായ ഒരു എക്സ്പീരിയൻസും അല്ല നമുക്ക് കിട്ടിയത്. അന്ന് അതൊക്കെ കഴിഞ്ഞ് ചെക്ക് പോയിന്റിലൊക്കെ കുറെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് രാത്രിയാണ് നമ്മൾ ആ ദിമ്പൻ ചുരം ഇറങ്ങിയിട്ട് വന്നത്. അന്നത്തെ ആ ഒരു രാത്രി എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. അത്രയും പേടിപ്പെടുത്തുന്ന ഒരു അവസ്ഥയായിരുന്നു ആ ദിമ്പൻ ചുരം ഇറങ്ങി വന്നത്. പിന്നെ അപ്പോൾ അതിനി വീണ്ടും റിപ്പീറ്റ് ചെയ്യണമെന്ന് എനിക്ക് യാതൊരു ആഗ്രഹം ഉണ്ടായിട്ടില്ല. അപ്പോൾ പിന്നെ നമ്മൾ റിസ്ക് എടുക്കണമെന്ന് വെച്ചിട്ട് തിരിച്ചു വന്നു. പക്ഷെ ഇതുകൊണ്ടൊന്നും നിർത്തുന്നില്ല. സത്യമംഗലം ഇനി ഒരിക്കൽ കൂടി ഞാൻ എന്തായാലും പോകും. എനിക്ക് എന്തായാലും പോകണം. എവിടെന്നെങ്കിലും സ്പെഷ്യൽ പെർമിറ്റും റിക്വസ്റ്റോ എന്താണ് എടുത്തിട്ട് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്ത് ചെയ്തിട്ടാണെങ്കിൽ ഞാൻ പോവും. അതെനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള കാര്യമാണ്. നമ്മുടെ ഈ സത്യമംഗലം യാത്ര കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ശബരി ചേട്ടനെയാണ് കാണാൻ പോയത്. നമുക്കറിയാം ശബരി ദ ട്രാവലർ എന്ന യൂട്യൂബ് ചാനലിലൂടെ കാടിൻ്റെയൊക്കെ അത്രയും ഭംഗിയുള്ള കാഴ്ചകളും അതേപോലെ തന്നെ ഒരുപാട് എന്താ പറയുക തമിഴ്നാട്ടിലെ ജീവിതങ്ങളും ഗ്രാമകാഴ്ചകളും പിന്നെ ഒരുപാട് ആൾക്കാരുടെ ജീവിതാനുഭവങ്ങളൊക്കെ നമുക്ക് മുമ്പിൽ കൊണ്ടുവന്ന വ്യക്തിയാണ് ശബരി ദ ട്രാവലർ. പിന്നെ അതുപോലെ തന്നെ കേരളത്തിൽ എനിക്ക് വന്ന കാടിൻ്റെ ഇത്രയധികം കാഴ്ചകൾ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. ലോക്ക്ഡൗൺ ടൈം ഞാൻ UAE വീട്ടിലിങ്ങനെ സ്റ്റക്കായിരിക്കുന്ന സമയത്താണ് ഈ ട്രാവൽ സീരീസ് കാണാൻ തുടങ്ങിയത് യൂട്യൂബിലൂടെ. അങ്ങനെയാണ് ഞാൻ യൂട്യൂബ് തുടങ്ങുന്നത്. ആ ഒരു സമയത്ത് ഒരുപാട് ആൾക്കാരുടെ ചാനൽസ് ഞാൻ കാണായിരുന്നു. പക്ഷെ അതിൽ പിന്നെ ഒരുപാട് ആൾക്കാർ എനിക്ക് ഇഷ്ടമാണ്. അതിലൊരാളാണ് ശബരി ദ ട്രാവലർ. എനിക്ക് എന്താണെന്നറിയില്ല, ഭയങ്കര ഇഷ്ടമാണ് പുള്ളിയുടെ വീഡിയോസ്. ഭയങ്കര നാച്ചുറൽ ഫീലിങ്സ് ആണ്. അതിലൊരു ഡ്രാമാറ്റിക് ഉണ്ടെന്ന് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. പുള്ളി മറ്റുള്ളവരുടെ മുമ്പിലേക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുന്നതാണെന്ന് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. പിന്നെ മറ്റുള്ളവരുടെ ദാരിദ്ര്യം വീട്ടിട്ടും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ എന്തെങ്കിലും ഒന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് കൊണ്ടുവരുന്നതാണെന്ന് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ളതാണ്. അപ്പോൾ പിന്നെ പുള്ളിയുടെ കഥകൾ ഫേസ്ബുക്കിൽ ഞാൻ കഥകളൊക്കെ വായിച്ചിട്ടുണ്ട്. അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര പുള്ളിയോട് ഒരു ഇഷ്ടം തോന്നി. അങ്ങനെ വിളിച്ചപ്പോൾ പുള്ളി പറഞ്ഞു നമുക്ക് കാണാന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ജോലി ചെയ്യുന്ന തൃശ്ശൂർ റെഡ് FM നമ്മൾ പോയി, ഞാനും അരുണേട്ടനും. അപ്പോൾ പോകുന്ന സമയത്ത് എനിക്ക് വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചേ നമ്മളത്ര വലിയ ഹീറോസ് ഒന്നുമല്ലല്ലോ, നമുക്ക് ഇനി സാറ് സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സ് ഒക്കെ ഇല്ലുള്ളൂ. പിന്നെ അവിടെ ചെന്നിട്ട് നമുക്കറിയില്ലല്ലോ എന്താ പറയാന്നുള്ളത്. നമ്മളിത് വീഡിയോയിൽ മാത്രമല്ല കണ്ടിട്ടുള്ളൂ. അപ്പോൾ അവിടെ ചെന്നിട്ട് വീഡിയോ എടുക്കണ്ട എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ പിന്നെ അതൊരു ഫീലിങ്സ് ആയിരിക്കുമല്ലോ നമുക്ക്. അപ്പോൾ അത് കാരണം പിന്നെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ അവിടെ ചെന്ന് കുറച്ച് നേരം അവിടെ ഇരുന്ന് സംസാരിച്ചുള്ളൂ. പിന്നെ ആ സംസാരം മണിക്കൂറോളം നീണ്ടുപോയി എന്നുള്ളതാണ്. അതെനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് സംസാരിച്ചിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചാൽ നമ്മൾ ഉച്ചയ്ക്ക് പോയിട്ട് അവിടെ നിന്ന് വൈകുന്നേരമാണ് വന്നത്.
ആദ്യം കുറച്ചു നേരം പുറത്തിരുന്ന് സംസാരിച്ചു, പിന്നെ അത് കഴിഞ്ഞ് ഉള്ളിൽ പോയി ഇരുന്ന് സംസാരിച്ചു. പുള്ളി നമ്മുടെ കുറേ യാത്രാവിശേഷങ്ങളൊക്കെ ചോദിച്ചു. പിന്നെ അതുപോലെ തന്നെ ശബരിചേട്ടൻ്റെ യാത്രാവിശേഷങ്ങളും അനുഭവങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവച്ചു. പിന്നെ അതേപോലെ തന്നെ ഈ സത്യമംഗലം യാത്ര എനിക്കൊന്ന് പോകുന്നേക്ക് മുമ്പേ ഒരു പക്ഷേ ശബരിചേട്ടനെ പോയി കണ്ടിരുന്നെങ്കിൽ നമ്മുടെ ഈ സത്യമംഗലം യാത്ര സക്സസ് ആവുമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അതെനിക്ക് ഭയങ്കര ഒരു മിസ്റ്റേക്കായിട്ട് തോന്നി. പുള്ളിനെ പോയിട്ട് കാണണമായിരുന്നു ആദ്യം തന്നെ എന്നുള്ളത്. പുള്ളി കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു നമുക്ക്, സത്യമംഗലം ആ ഒരു കാടിനെ കുറിച്ചും അവിടുത്തെ യാത്രകളും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ അപ്പം ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ ശബരിദ ട്രാവലർ ശബരിചേട്ടൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, പിന്നെ അല്ലെങ്കിൽ ഈവൻ കാണാത്ത ആൾക്കാരാണെങ്കിലും ഒന്ന് കാണുക പുള്ളിയുടെ ചാനൽ കയറിയിട്ട്, എന്നാലും ഇഷ്ടപ്പെടും. പിന്നെ അപ്പം നാട്ടിലൊക്കെ പോവുകയാണെങ്കിൽ പുള്ളിയുടെ കൂടെ ഒരു യാത്ര പോകാൻ ശ്രമിക്കുക, പുള്ളിയുടെ ഒന്ന് കാണാൻ ശ്രമിക്കുക. നമ്മുടെ ലൈഫിലെ വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും അത്. അപ്പം നമ്മൾ അത്രയും മണിക്കൂറുകളോളം സംസാരിച്ച് അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു ദിവസം നമുക്ക് എപ്പോഴെങ്കിലും യാത്രയൊക്കെ പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് എന്താ പറയുക സലാമൊക്കെ പറഞ്ഞ് ഇറങ്ങി. എന്തെങ്കിലും നാട്ടിൽ പോകണമെങ്കിൽ സിറ്റുവേഷൻ കിട്ടുകയാണെങ്കിൽ ശബരിചേട്ടൻ്റെ കൂടെ ഒരു ദിവസം കാട്ടിൽ യാത്ര പോകണം എന്നൊക്കെ ഇങ്ങനെ ഞാൻ വിചാരിക്കുന്നുണ്ട്. പിന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്കത്. പിന്നെ കാട്ടിനെ കുറിച്ച് നമുക്കറിയാത്ത ഒരുപാട് കഥകൾ ശബരിചേട്ടന് അറിയാം, നമുക്ക് ആർക്കും അറിയാത്ത ഒരുപാട് കഥകൾ. അപ്പോൾ അതൊക്കെ കേൾക്കണമെന്നുണ്ടെങ്കിൽ കാട്ടിനെ കുറിച്ചൊക്കെ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ കൂടെ പോകണമെന്നാണ് എനിക്കൊന്ന് ബെസ്റ്റ്. ഞാനിപ്പോൾ ഈ ശബരിചേട്ടനെ പറഞ്ഞുകൊണ്ട് മറ്റുള്ള യൂട്യൂബേഴ്സൊക്കെ മോശമെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം. നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ടാവില്ല ഓരോരുത്തരോടുള്ളത്. അങ്ങനെ ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഒരുപാട് ആൾക്കാർ എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ അതിലൊരാളാണ് ശബരിദ ട്രാവലർ. നമ്മുടെ സത്യമംഗലം ആ ഒരു വീഡിയോ എന്തുകൊണ്ടാണ് അവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ആയതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നിങ്ങളൊക്കെ ഇപ്പോൾ സത്യമംഗലത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഒന്നിക്കൽ സ്പെഷ്യൽ പെർമിറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അന്വേഷിച്ചും പിടിച്ചിട്ടും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പോവുക. കാരണം എപ്പോഴും നമ്മൾ ആ ഒരു ടൈഗർ റിസർവിലോട്ട് അല്ലെങ്കിൽ ആ ഒരു ഫോറസ്റ്റിലേക്ക് കടത്തി വിടണമെന്നില്ല. ഒന്നിക്കലും എനിക്കൊന്നും അവരെ മെന്റാലിറ്റി അല്ലെങ്കിൽ അവരെ മൂഡ് അനുസരിച്ചിരിക്കും കാര്യങ്ങൾ. അല്ലാന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞ പോലെ ലോക്കൽസ്, ട്രൈബൽസ്, ടാക്സി, സ്പെഷ്യൽ പെർമിറ്റഡ് ആൾക്കാർ അങ്ങനെ ആയിരിക്കാം. എനിവേ നമുക്കിനി എന്തായാലും അടുത്ത തവണ ട്രൈ ചെയ്യാം സത്യമംഗലം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ട് ഓൾ നോട്ടിഫിക്കേഷൻ കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ അവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സ്റ്റേ ട്യൂൺ ആൻഡ് താങ്ക് യു.